മൂസാ നബിയുടെ വഅദ് കേട്ടിട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാ. മാസിത്ത ബീബി ഫിറഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാ. പടച്ചവനെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നു. മൂസാ നബി പറഞ്ഞു, മാസിത്ത രഹസ്യമായി വെച്ചാ മതി, ഒരാളോടും പറയല്ലേ മാസിത്ത. മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ആരോടും പറയാതെ ഫിറഔൻ എന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് മഹദിയായ മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ മുസ്ലിമായിട്ട് ജീവിക്കുകയാണ്. തന്റെ ഭർത്താവിനെ മുസ്ലിമാക്കി, തന്റെ മക്കളെ മുസ്ലിമാക്കി, ആ കുടുംബം മുഴുവനും മുസ്ലിമീങ്ങളായി. പടച്ചവനെ ആരും അറിയാതെ കൊട്ടാരത്തിന്റെ അകത്ത് ജീവിക്കുകയാണ്. ഒരു ദിവസമുണ്ടല്ലോ ഫിറഔനിന്റെ പൊന്നുമകളുടെ മുടി ചീകാന് അവിടെ നിന്നൊരു പുതിയ ചീപ്പെടുക്കുമ്പോ ചീപ്പങ്ങ് താഴെ വീഴുകയാണ്. മാസിത്ത പറഞ്ഞു, അല്ലാ അല്ലാ എന്ന് പറയുകയാ. പടച്ചവനെ ഫിറഔന്റെ മകള് ചോദിക്കുന്നു, ആരാ മാസിത്ത? അല്ലാ. നീ അല്ലാ എന്ന് പറഞ്ഞല്ലോ, ആരാണ് അല്ലാ? മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ഫിറഔനിന്റെ മകളോട് അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചതവനാണ്, ജീവിപ്പിക്കുന്നവൻ അവനാണ്, മരിപ്പിക്കുന്നവൻ അവനാണ്, ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ്, ഈ ലോകത്തിന്റെ അധിപൻ അല്ലാഹുവാണ്. നമ്മളൊക്കെ അല്ലാഹുവിന്റെ അടിമയാണ്, നമ്മളൊക്കെ റബ്ബിന്റെ അടിമയാണ്. നമ്മുടെ റബ്ബാണ് അല്ലാഹ്. മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ഫിറഔനിന്റെ മകളോട് പറഞ്ഞു കൊടുക്കുമ്പോ മകള് ചോദിക്കുന്നു, മാസിത്ത